ശ്രീ മുജീബ്, ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ ശരിക്കും പറഞ്ഞാൽ പോലീസ് അന്വേഷണം അത് കൃത്യമായ ഒരു ചുരുളഴിക്കാൻ അവർക്ക് സാധിക്കാൻ പറ്റിയില്ല തുടക്കത്തിൽ. പിന്നീടാണ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയത്. പക്ഷേ അപ്പോഴേക്കും സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത്രയധികം ആരോപണങ്ങളെല്ലാം നിങ്ങളുടെ കുടുംബത്തിന് കേൾക്കേണ്ടി വന്ന അല്ലെങ്കിൽ ഒരു പഴി കേൾക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ പരാതിയൊക്കെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ നൽകാൻ തന്നെയാണ് തീരുമാനം. തുടർ നടപടികളിൽ വിശ്വാസമുണ്ടോ? അല്ലെങ്കിൽ നീതിപരമായിട്ടുള്ള ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല മാഡം. കാരണം ഇപ്പോൾ നിലവിൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ 30 അംഗ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടങ്ങുന്ന ഒരു വലിയ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത്. ഈ കേസ് അന്വേഷിച്ചിട്ട് ദ്രുതഗതിയിൽ തന്നെ നിരപരാധിയായ ഒരു മനുഷ്യനെ, പാവം ബുദ്ധനായ ഒരു മനുഷ്യനെ അപരാധിയായി മുദ്രകുത്തി അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇദ്ദേഹം ബോധപൂർവം ചെയ്ത കുറ്റമാണ് എന്നുള്ള നിലയിലുള്ള റെക്കോർഡിക്കലായിട്ടുള്ള ഒരു FIR കൊടുത്തതിന് ശേഷമാണ് കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിന്റെ മുന്നിലും നിയമത്തിന്റെ മുന്നിലും എല്ലാം അബൂബക്കർ എന്ന് പറയുന്ന കുറ്റവാളി കൊടും കുറ്റവാളിയായി മാറിയിരിക്കുകയാണ്. ഇതേ പോലീസ് തന്നെയാണ് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് വീണ്ടും കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഈ പോലീസ് 30 പേരടങ്ങുന്ന സംഘം എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ പ്രതിയാക്കിയെന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ്. അതേ അന്വേഷണ സംഘം തന്നെ വീണ്ടും ഈ കേസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് പോലീസിന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തെ വേറെ ഏതെങ്കിലും കേസിൽ കൊടുക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അത് ഞങ്ങൾ വളരെ ഭയക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരള മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കമുള്ള അധികാരികൾക്ക് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് അടക്കമുള്ള ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഇതിന്റെ വസ്തുത വെളിയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ നിരപരാധികം വിട്ടയക്കണമെന്ന് തന്നെയാണ് പ്രധാനമായും ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ തുടക്കത്തിൽ ഇപ്പോൾ 17-ാം തീയതിയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അന്ന് തന്നെ നിങ്ങൾ ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെയൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു അനാസ്ഥ അത് ചൂണ്ടിക്കാണിച്ച് രംഗത്തെത്തിയിരുന്നു. പൊതുപ്രവർത്തകർ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളോടൊപ്പം കൂടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായഹസ്തങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. അതായത് ഈ വിഷയം പോലീസിന്റെ ഭാഗത്ത് ഞങ്ങൾ ഈ വിഷയം അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. ഈ സംഭവം അറിഞ്ഞ അപ്പോൾ തന്നെ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലെ CI നേരിട്ട് കണ്ട് സന്ദർശിച്ച വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം വളരെ ലളിതവൽക്കരിച്ചുകൊണ്ടാണ് ഈ വിഷയത്തെ കണ്ടത്. അത് പ്രായമായ മനുഷ്യനാണ്. ചിലപ്പോൾ സംഭവിച്ചു പോയതാകാം. സ്വാഭാവികമായി സംഭവിച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട, പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ കോടതിയിൽ നിങ്ങൾ ഹാജരാക്കും. അപ്പോൾ ഞങ്ങളും ഇതിന്റെ ഗൗരവം ഇതിലേക്കുള്ള വഴിയിലേക്കാണ് ഇത് പോകുന്നതെന്നുള്ളത് ഞങ്ങൾക്കും അറിയില്ല. കാരണം നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്നതിനപ്പുറം ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു സാധുവായ ഒരു മനുഷ്യനാണ്. എപ്പോഴും സൗമ്യതയോടുകൂടി ചിരിച്ചുകൊണ്ട്, വളരെ ഗൗരവമുള്ള വിഷയമാണെങ്കിൽ പോലും ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുന്ന ഒരു വശയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാള് ഈ ഇലക്ട്രിസിറ്റിയൊക്കെ കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായും ഞങ്ങൾക്ക് സംശയം തോന്നിയിരുന്നു. കാരണം ഒരു എന്താ പറയാ, അദ്ദേഹത്തെ ഒരു നിരാകരിച്ച് പറയുന്നതല്ല, ഒരു കൊച്ചുകുട്ടികളുടെ ഒരു ലാഘവത്തോടു കൂടി ജീവിക്കുന്ന ഒരാളാണ്. എല്ലാം എന്തോ ഒരു വലിയ ഗൗരവമായി എടുക്കാത്തൊരു ആളാണ്. അപ്പോൾ കറണ്ടിനെ പോലും അമിതമായി ഭയക്കുന്ന ഒരു വ്യക്തി, ഇലക്ട്രിസിറ്റി ന്യൂട്രൽ ബേസ് തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തി കറണ്ട് കട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് അത് ഉൾക്കൊള്ളുവാൻ ഒരു നിലയ്ക്കും കഴിയില്ല. അപ്പൊ ഈ വിഷയം CIയോട് പറഞ്ഞപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കണ്ട, അത് കേസ് ഇത് വലിയ ശിക്ഷയൊന്നും ഉണ്ടാകുന്ന കേസല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ പരിഹസിച്ചിടുന്ന ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നീടാണ് ഈ യഥാർത്ഥ പ്രതിയെ കിട്ടിയെന്ന് കണ്ടപ്പോഴാണ് സമൂഹം, മറ്റ് മാധ്യമപ്രവർത്തകരും ഇതുപോലുള്ള സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ രംഗത്ത് വരാനിടയായത്. ഇതിൽ പറയുന്നത് അബൂബക്കർ ഈ കുറ്റങ്ങളൊക്കെ സമ്മതിച്ചു, അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്നാണ്. അവിടെയും ഒരു പച്ചയായ നുണയാണ്. കാരണം അബൂബക്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ മുഹമ്മദ് റാഷിദ് എന്ന് പറയുന്ന വ്യക്തിയോട് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടാണ് അവൻ പറഞ്ഞത്, മോനെ എന്നെ ഇതിനകത്ത് പെടുത്തിയതാണ്, അദ്ദേഹത്തിന്റെ വസ്ത്രം അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ എടുപ്പിച്ചതാണെന്ന് സ്വന്തം മകനോട് പിതാവ് പറഞ്ഞതാണ്. പക്ഷെ ആ പോലീസ് തിരിച്ച് പറയുന്നത് അബൂബക്കർ സമ്മതിച്ചു. എങ്ങനെ സമ്മതിച്ചു അല്ലെങ്കിൽ എങ്ങനെ സമ്മതിപ്പിച്ചു എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു ഇതുപോലൊരു സാധുവായ ഒരു വ്യക്തി അദ്ദേഹത്തെ സമ്മതിച്ചു എന്ന് പറയുമ്പോൾ അതെങ്ങനെ സംഭവിപ്പിച്ചിട്ടു എന്നുള്ളത് അത് അന്വേഷണത്തിന്റെ ഭാഗമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴും അബൂബക്കർ സമീപിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് പോലീസിന് അതിനൊരു ബലം നൽകിയതെന്ന് തോന്നുന്നു. കാരണം പോലീസിന്റെ ഒരു വീഴ്ച, അവർ അത് മറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണോ നടന്നതെന്നും നോക്കണം. കേസിന്റെ പ്രമാദമായ ഒരു കേസാകും
ഇത് ഇത്രത്തോളം ഇതിന്റെ കാഠിന്യം വളരെ വലുതാകും, ഈ രീതിയിലൊക്കെ അദ്ദേഹം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന് ഒരുപക്ഷെ അദ്ദേഹം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല. എന്തായാലും വളരെയധികം നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.